ആര്യന്മാര് വൈദികന്മാരായിട്ടല്ല, താന്ത്രികന്മാരായിട്ടല്ല ആധിപത്യത്തിൽ വരാൻ പോണത്. അവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളായിട്ടാണ്, തന്ത്രത്തിന്റെയും വേദത്തിന്റെയും അന്തകന്മാരായിട്ടാണ് ആധിപത്യത്തിൽ വരാൻ പോകുന്നത്. അങ്ങനെ വന്നാലും ഇന്ത്യ വിരുദ്ധന്മാർക്ക്, ഇന്ത്യയിലെ രാഷ്ട്രദ്രോഹികൾക്ക് അത് സന്തോഷം തന്നെയാണ്. കാരണം അവശേഷിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരം ഇല്ലാതെയാവല്ലോ, ഭാരതീയ ജനത എന്നൊരു ജനത ഇല്ലാണ്ടാവല്ലോ. ഈ നിഷേധാത്മകമായ ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഈ ഇസ്ലാമിക ആധിപത്യത്തിലേക്കാണ് ഇതെല്ലാം കൂടി, ഇതിന്റെ മാർച്ച് എവിടേക്കാണ്? ഇസ്ലാമിക ആധിപത്യത്തിലേക്ക് തന്നെയാണ്. വേറെ ഒരു വിധത്തിലും ഇനി ഒരു ഭാരത വിരുദ്ധ പ്രസ്ഥാനത്തിന് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. ഈ ഇസ്ലാമിന്റെ വിജയം തടയണമെങ്കിൽ, ഇസ്ലാമിക ആധിപത്യം തടയണമെങ്കിൽ കപട മതേതരത്വത്തെ കുഴിച്ചു മൂടണം. കപട മതേതരത്വത്തെ എതിർക്കാൻ പുറപ്പെട്ടാൽ ഇന്ത്യയിലെ എല്ലാ മതക്കാരും അതിനെതിരായിട്ട് സംഘടിക്കും. ഒരുമിച്ച് സംഘടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ വേറെ ആയിട്ട് സംഘടിക്കും. പക്ഷെ മതേതരത്വത്തിന്റെ ശത്രുപക്ഷത്ത് അവരെല്ലാവരും ഉണ്ടാവും. ഇപ്പൊ നോക്കൂ, കപട മതേതരത്വം എന്ന ഒരു പ്രയോഗം ഭാരതത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. ഇത് ബോധപൂർവം ആദ്യമായിട്ട് ഭാരതത്തിൽ ഒട്ടാകെ പ്രചരിപ്പിച്ച് അതിന് അംഗീകാരം നേടിയെടുത്തത് ലാൽ കൃഷ്ണ അദ്വാനി എന്ന ജനസംഘ നേതാവായിരുന്നു. അദ്ദേഹമാണ് ഈ കപട മതേതരത്വത്തെ പറ്റി, കപട മതേതരവാദികളെ പറ്റി ആദ്യമായിട്ട് ചർച്ച ആരംഭിക്കണം. അത് ഭാരതം മുഴുവൻ ഏറ്റെടുത്തു. കപട മതേതരത്വം എന്നുള്ള പ്രയോഗം ഭാരതത്തിൽ മുഴുവനും ഉണ്ടായി. പക്ഷെ ഇന്ന് നമ്മൾ നോക്കൂ, ഇന്ന് കടുത്ത ദേശീയവാദികൾ അടക്കമുള്ള ആളുകളിൽ ആരെങ്കിലും കപട മതേതരത്വത്തെ എതിർക്കണുണ്ടോ? ഒരാളെങ്കിലും എതിർത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കപട മതേതരത്വം എന്ന വാക്ക് തന്നെ ഇപ്പോ നമ്മളാരെങ്കിലും ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ. ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അടക്കമുള്ള എല്ലാവരും മതേതരത്വത്തെയാണ് എതിർക്കുന്നത്. കപട മതേതരത്വത്തെ ആരും എതിർക്കണില്ല. ഇന്ത്യയുടെ എല്ലാ നാശത്തിന്റെ ഉത്തരവാദിത്വം ആരുടെ പുറത്ത് അവർ വെച്ച് കെട്ടണേ? മതേതരവാദികളുടെ പുറത്താണ്, കപട മതേതരവാദികളുടെ പുറത്തല്ല. കപട മതേതരം എന്നുള്ള വാക്ക് തന്നെ ഉപേക്ഷിച്ചവര് ഇപ്പൊ അതിനു പകരം മതേതരവാദി എന്ന വാക്ക് ഉപയോഗിക്കുന്നു.